ആദ്യഘട്ടത്തിൽ വലിയ ഹിമാനികൾ അലാസ്കയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിന്നിരുന്നു. എങ്കിലും തുടക്കക്കാരിൽ ചിലർ തീരക്കടലിലൂടെ സഞ്ചരിച്ച് ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അമേരിക്കൻ വൻകരയിൽ എത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. 12,000 BC ആയതോടെ ഉണ്ടായ ആഗോളതാപനത്തിൻ്റെ ഫലമായി ഹിമാനികൾ അലിയുകയും കരവഴിയുള്ള എളുപ്പമാർഗം തെളിയുകയും ചെയ്തു. കരവഴി തെളിഞ്ഞ ഇടനാഴിയിലൂടെ മനുഷ്യർ കൂട്ടമായി തെക്കോട്ട് കുടിയേറുകയും ക്രമേണ ഭൂഖണ്ഡമാകെ വ്യാപിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ആർട്ടിക് മേഖലയിലെ വൻമൃഗങ്ങളെ വേട്ടയാടുന്നതിൽ കൂടുതൽ തൽപരരായിരുന്ന സാപ്പിയൻ കൂട്ടങ്ങൾ സാവധാനം വ്യത്യസ്ത കാലാവസ്ഥകളും ആവാസവ്യവസ്ഥകളുമായി പൊരുത്തപ്പെട്ട് ജീവിതത്തിൽ വൈവിധ്യം കണ്ടെത്തി. സൈബീരിയയിൽ നിന്നെത്തിയവരുടെ പിന്മുറക്കാർ അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കുഭാഗത്തെ കൊടും കാടുകളിലും മിസിസിപ്പി നദിയോരങ്ങളിലെ ചതുപ്പുകളിലും മെക്സിക്കൻ മരുപ്രദേശങ്ങളിലും മധ്യ അമേരിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലുമെല്ലാം വാസം ഉറപ്പിച്ചു.